നമസ്കാരം. കോടതി ഉത്തരവുമായി എത്തിയിട്ടും ഭദ്ര വീട്ടിനുള്ളിൽ കയറാനായില്ല. അവർക്ക് കഴിഞ്ഞ ദിവസം രാത്രി വരാന്തയിൽ കിടന്നുറങ്ങേണ്ടി വന്നു. കോട്ടൂർ പഞ്ചായത്തിലെ 1-ാം വാർഡിൽപ്പെട്ട മൂലാട് അങ്കണവാടിക്ക് സമീപമുള്ള എടയാടിക്കണ്ടി വീട്ടിലാണ് പാറക്കണ്ടി സജീവന്റെ ഭാര്യയും കോട്ടയം പൊൻകുന്നം സ്വദേശിനിയുമായ ലിജി സജി 2 ദിവസം തള്ളി നീക്കിയത്. പോലീസ് സഹായത്തോടെ പിൻവാതിൽ തുറന്നാണ് വെള്ളിയാഴ്ച വൈകിട്ട് ലിജി അകത്ത് കയറിയത്. അപ്പോഴും വീടിനുള്ളിലെ മറ്റു മുറികളെല്ലാം പൂട്ടിയ നിലയിലാണ്. ഗാർഹിക പീഡന പരാതിയുമായി പേരാമ്പ്ര കോടതിയെ സമീപിച്ച ലിജിക്ക് ഭർത്താവിന്റെ പേരിൽ ഉണ്ടായിരുന്ന വീട്ടിൽ താമസിക്കാമെന്ന് 2023 ഒക്ടോബർ 19 ഉത്തരവിട്ടു. പോലീസ് ഉത്തരവ് നടപ്പാക്കാനായി ഇടപെടണമെന്നും വിധിയിലുണ്ട്. ഈ ഉത്തരവ് വന്നതിനു ശേഷം ഭർത്താവ് സജീവൻ വീട് സഹോദരൻ ബിജുവിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്തു. ലിജിയുടെ പണം കൂടി ഉപയോഗിച്ച് വാങ്ങിയ വീടാണിത്. ഇതോടെയാണ് നിയമപോരാട്ടം പുതിയ തലത്തിലേക്ക് എത്തിയത്. ഇവിടെയും ആശ്വാസം ലിജിക്കായിരുന്നു. പക്ഷേ ഈ കോടതി വിധിയും ഭർത്താവ് അംഗീകരിക്കുന്നില്ല. പഞ്ചാബിലെ ലുധിയാനയിൽ നേഴ്സായിരുന്നു ലിജി. ജോർജിയയിൽ MBBS പഠിക്കുന്ന ഒരു മകളുണ്ട്. 12 വർഷം മുൻപാണ് സജീവൻ അമേരിക്കയിലേക്ക് പോയത്. ഇവിടെ ബിസിനസ്സാണ്. അമേരിക്കയിലെ മറ്റൊരു യുവതിയുമായി സജീവന് അടുപ്പമുണ്ടെന്ന് ലിജിക്ക് വിവരം ലഭിച്ചതോടെയാണ് 3 വർഷം മുൻപ് ഇവരുടെ ബന്ധത്തിൽ വിള്ളൽ വീണത്. ഇതിനുശേഷം വീട് നൽകണമെന്നും ചെലവിന് ലഭിക്കണമെന്നും കാണിച്ചാണ് കോടതിയെ സമീപിച്ചത്. സജീവനും അമേരിക്കയിൽ നിന്ന് യുവതി നാട്ടിലെത്തിയെന്ന വിവരം ലഭിച്ചപ്പോഴാണ് ലുധിയാനയിൽ നിന്ന് ലിജി മൂലോട്ടെത്തിയത്. പോലീസ് ബന്ധുക്കളെ ബന്ധപ്പെട്ടെങ്കിലും താക്കോൽ ലഭിച്ചില്ല. തുടർന്നാണ് പോലീസ് സഹായത്തോടെ പൂട്ടുപൊളിച്ച് വീട്ടിൽ കയറിയത്. പഞ്ചാബിലെ ലുധിയാനയിലായിരുന്ന ലിജി തിങ്കളാഴ്ചയാണ് പേരാമ്പ്രയിൽ എത്തിയത്. വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. ഇതോടെ പോലീസിനെ അറിയിച്ചു. ഇതോടെ പിൻവാതിൽ പൊളിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി. 28 വർഷം മുൻപായിരുന്നു സജീവന്റെയും ലിജിയുടെയും വിവാഹം. നാട് വിട്ട് പഞ്ചാബിലെത്തിയ സജീവനെ അവിടെ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്ന ലിജി വിവാഹം ചെയ്തു. ലിജിയുടെ സഹായത്തോടെ അന്ന് സജീവന് അവിടെ ജോലി കിട്ടി. പിന്നീട് സജീവൻ ലിജിയുടെ സഹായത്തോടെ US-ൽ എത്തുകയായിരുന്നു. സജീവൻ US-ൽ സ്വന്തമായി ബിസിനസ് ആരംഭിച്ചു. US-ൽ നിന്നും സജീവൻ പഞ്ചാബിലെത്തി ലിജിയെയും കൂട്ടി നാട്ടിൽ എത്തുകയായിരുന്നു പതിവ്. എന്നാൽ മറ്റൊരു യുവതിയുമായി സജീവനുണ്ടായ അടുപ്പം എല്ലാം മാറ്റിമറിച്ചു. ഇതോടെയാണ് തനിക്കും മകൾക്കും വീടും സ്ഥലവും നൽകണമെന്നും ചെലവിന് നൽകണമെന്നും ആവശ്യപ്പെട്ട് സജീവനെതിരെ പേരാമ്പ്ര കോടതി ലിജി പരാതി നൽകിയത്. ലിജിയുടെ സമ്പാദ്യം കൂടി ചേർത്താണ് വീടും സ്ഥലവും വാങ്ങിയത് എന്നാണ് വസ്തുത. ഇത് അംഗീകരിച്ച കോടതി ഉത്തരവ് നൽകിയെങ്കിലും ലിജിയെ സജീവന്റെ സഹോദരങ്ങൾ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. സജീവൻ നാട്ടിലില്ലാത്തതിനാൽ തിരിച്ചുപോയ ലിജി കഴിഞ്ഞ വിഷുവിന് സജീവനും US സ്വദേശിയായ യുവതിയും എത്തിയിട്ടുണ്ടെന്നറിഞ്ഞാണ് പഞ്ചാബിൽ നിന്നും എത്തിയത്. എന്നാൽ ലിജിയെ വീട്ടിൽ കയറാൻ അനുവദിച്ചില്ല. പോലീസ് സജീവന്റെ വീട്ടിലെത്തി വീട് തുറന്നു കൊടുക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ബന്ധുക്കൾ തയ്യാറായില്ല. ഇതോടെയാണ് പൂട്ടുപൊളിക്കൽ വേണ്ടി വന്നത്.